എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു സൈലം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാനിരിക്കുന്ന SSC എക്സാംസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ വരാനിരിക്കുന്ന റെയിൽവേ എക്സാംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നോക്കിയാലോ? റൈറ്റ്. അപ്പോൾ RRBയുടെ കലണ്ടർ പ്രകാരം അവർ ആദ്യം പറഞ്ഞത് ALPയുടെ നോട്ടിഫിക്കേഷൻ വരെ വന്നുള്ളതാണ്. ആൻഡ് കുറച്ച് ഡിലേ ആണെങ്കിലും അവർ ALPയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു, അല്ലേ? നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ടെക്നീഷ്യൻസിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു. ആൻഡ് തൊട്ട് മുന്നേ NTPC ഗ്രാജുവേറ്റ് ലെവലും അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലെയും നോട്ടിഫിക്കേഷൻ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ്റെ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആവാറായിട്ടുണ്ട്. അപ്ലൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് കലണ്ടർ ഇനി നോട്ടിഫിക്കേഷൻ വരാനുള്ളത് ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഒക്ടോബർ ഡിസംബർ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റോടുകൂടെ ഈ പറയുന്ന ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരും. ഈ കഴിഞ്ഞ വർഷത്തെ ഗ്രൂപ്പ് ഡി ആണെങ്കിൽ നവംബർ 17 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എക്സാമിൻ്റെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, അല്ലേ? ബട്ട് എന്തായാലും ഉടനെ തന്നെ ഈ പറയുന്ന എക്സാമിൻ്റെ ഡേറ്റ് അവർ റിലീസ് ചെയ്യും. അപ്പോൾ എല്ലാവരും പഠിക്കുക, റൈറ്റ്? ആൻഡ് അത് കഴിഞ്ഞാൽ ALP നടക്കും, അല്ലേ? ഇതേ ഓർഡറിൽ തന്നെ എക്സാമുകൾ എന്തായാലും നടക്കും. അപ്പോൾ NTPC അതുപോലെ തന്നെ JEE എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളിലുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കുക? നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനോട് കൂടെ അല്ലെങ്കിൽ എന്ത് പഠിക്കണം, ഏത് പഠിക്കണ്ട, അത് കൃത്യമാക്കി മനസ്സിലാക്കി നമുക്ക് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജേണി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസി ആയിരിക്കും, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ടുള്ള ആ യാത്ര എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സൈലത്തിൻ്റെ ബാച്ചുകളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. യെസ്, RRB NTPC റെഗുലർ ബാച്ച്. അപ്പോൾ NTPC എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം ഇവിടെ കിട്ടുമെന്നുള്ളത് തന്നെയാണ്. അതായത് അപ്ഡേറ്റഡ് സിലബസ്, ഇപ്പോൾ നടന്ന എക്സാമുകളുടെ ചോദ്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ വേണോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ശ്രദ്ധിക്കേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ഈ ബാച്ചിൽ കിട്ടും. അപ്പോൾ ഈ ബാച്ചിൻ്റെ കോസ്റ്റ് ഫീ എന്ന് പറയുന്നത് 3999 രൂപയാണ്. അപ്പോൾ നോക്കുക, ജോയിൻ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ എന്നുള്ളതെല്ലാം ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ നല്ല രീതിയിൽ ആലോചിച്ചിട്ടല്ലേ, ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു അവസരമാണ്. സോ നല്ല രീതിയിൽ ആലോചിക്കുക ആൻഡ് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ JEE എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് ബാച്ച് ഉണ്ട്. RRB JEE CBT 1 ബാച്ച്. ഓക്കെ, 2999 രൂപയാണ് കോഴ്സ് ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ബാക്കി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി SSCയിലോട്ട് വരുമ്പോൾ SSCയും അതുപോലെ കൃത്യമായിട്ട് അറിയാം. നമുക്ക് ഓരോ വർഷം ഒരു കലണ്ടർ റിലീസ് ചെയ്യുന്നുണ്ട്. അതേ ഓർഡറിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം നടക്കല്. ചെറിയ ചെറിയ ഡിലേ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എക്സാമുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലക്ഷൻ ഫേസ് ആണ്, നമുക്കറിയാം, അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ലെവൽ, അല്ലെ, CGL. അപ്പോൾ എക്സാം അതേ ഇപ്പോൾ നടന്നിട്ടുണ്ട്. നമ്മൾ Tier 2 വെയിറ്റ് ചെയ്യാണ്. ആൻഡ് CHSL, അല്ലെ, നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ MTS വരും. ആൻഡ് അഗെയിൻ ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനുള്ളത് SSC GD ആണ്. അപ്പോൾ SSC ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ് SSC GD എന്ന് പറയുന്ന ഒരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ, അല്ലേ, വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ് SSC GD എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന GD എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടാവും. കാരണം SSC ഇന്നാളൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു CGLന്റെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, അപ്ലിക്കേഷൻ വിൻഡോ ഫോർ കോൺസ്റ്റബിൾ GD 2026 വിൽ ഓപ്പൺ ഇൻ November 2025. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ അവർ റിലീസ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞ് വെറുതെ സമയം കളയേണ്ട. നമുക്കറിയാം, ഏറ്റവും ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സമയമാണ്, അല്ലേ? ഓരോ സെക്കൻഡും വളരെ പ്രാധാന്യമുള്ളതാണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ സമയത്തെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത്. പഠിച്ചു തുടങ്ങേണ്ട സമയമായി. അപ്പോൾ SSC GD എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ SSC GD എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കാൻ ഏറ്റവും പുതിയ നമ്മുടെ ബാച്ചാണ് SSC GD ബാച്ച് എന്ന് പറയുന്നത്. അഗൈൻ ഈ ബാച്ചിൻ്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 2999 രൂപയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക? 300+ ലൈവ് അവേഴ്സ്, 2 to 3 hours ഡെയിലി, അതുപോലെ വീക്ക്ലി 6 ദിവസമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ മറ്റെന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും, ഇപ്പോൾ ഈ പറഞ്ഞ ബാച്ചുകളെ കുറിച്ചോ അല്ലെങ്കിൽ കോഴ്സുകളെ കുറിച്ചോ എന്ത് കൺഫ്യൂഷൻസും ഡൗട്ടും നിങ്ങൾക്ക് ഉണ്ടാകുമെങ്കിലും എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. ലൈക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ എക്സാംസ് ആണ് വരുന്നത്
അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക മാത്രമല്ല കൃത്യമായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് കൂടിയാണ് അല്ലേ. അപ്പോൾ വർക്ക് ചെയ്യാം, നല്ല രീതിയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഓൾ, ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, കീപ് ലേണിംഗ്, കീപ് പ്രാക്ടീസിങ്, കീപ് സ്മൈലിംഗ്.